നമുക്കറിയാം, കൽപ്പവൃക്ഷം എന്നുള്ളത് അതിൻ്റെ പേര് പോലെ തന്നെ അതിനകത്തുള്ളതെല്ലാം മനുഷ്യന് വേണ്ടുന്ന ഒരു കൽപ്പവൃക്ഷം എന്ന് പറയുന്ന ആ പേരിൽ തന്നെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൽ നിന്ന് ലഭിക്കുന്നതെന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളിനെ കുറിച്ചാണ് പറയുന്നത്, ഇളനീർ. ഇളനീർ കുടിക്കാത്തവരൊന്നുമില്ല. സാധാരണ നമ്മൾ പലയിടത്ത് പോകുമ്പോഴും വെള്ളം ദാഹിക്കുമ്പോൾ ഇളനീര് കുടിക്കും. എന്താണ് ഇളനീരിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, പ്രപഞ്ചം മനുഷ്യന് ഇങ്ങനെ വെള്ളം കരുതി വച്ചിരിക്കുന്ന വേറെ ഒരു ഫലവൃക്ഷവും ലോകത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനകത്തെന്ന് പറയുക ഒരു കലർപ്പില്ലാത്ത, മായമില്ലാത്ത, അമൃതിന് തുല്യമായ ജലം. അതായത് നമുക്ക് ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, ഒരുപാട് ഫലങ്ങളുണ്ട്, ധാരാളം പഴവർഗ്ഗങ്ങൾ ലോകത്തെല്ലായിടത്തുമുണ്ട്. ഇതുപോലെ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ലോകത്തെല്ലാത്തിനേക്കാളും വലുതാണ് ദാഹജലം എന്ന് പറയുന്നത്. ദാഹജലം നിറച്ചു വച്ചിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം ഇളനീരിലല്ലാതെ ഒന്നുമില്ല. ഇപ്പോൾ ഇളനീര് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിറ്റാമിനുകൾ, ധാതുക്കൾ, മിനറൽസുകൾ, രോഗപ്രതിരോധ ശേഷി ഉയർത്തുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതെല്ലാം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൂത്രം ത്വരിതപ്പെടുത്തും, മൂത്രസഞ്ചിയെ ശുചീകരിക്കും. അപ്പം അനേകം ഗുണങ്ങളാണ് കരിക്ക് കഴിക്കുന്നതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത്. എങ്കിലും ഈ കരിക്കിൻ്റെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രമേഹ രോഗികളോ വൃക്ക സംബന്ധമായ രോഗങ്ങളുള്ളവരോ കരിക്കുകൾ അധികം കൂടുതൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഒരുപാട് കരിക്ക് കഴിച്ചു കഴിഞ്ഞാൽ കരിക്കിലെ പൊട്ടാസ്യവും സോഡിയവും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് അവർക്ക് പ്രമേഹ രോഗികൾക്കോ വൃക്ക രോഗികൾക്കോ ഒട്ടും അത്രയ്ക്ക് ആശാവകമായ കാര്യമാണ്. അപ്പോൾ പ്രമേഹ രോഗികളോ വൃക്ക രോഗികളോ കരിക്ക് കഴിക്കുന്നത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ വളരെ കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർ ധാരാളം ഉപയോഗിക്കണം. പിന്നെ ഒരേ സമയം ഒരു 3-4 കരിക്ക് ഒരുമിച്ച് കുടിക്കണമെന്നല്ല, ഒരു കരിക്കൊക്കെയാണ് കുടിക്കേണ്ടത്. അത് ഒരു രണ്ട് നേരമായിട്ട് 2 കരിക്ക് വേണമെങ്കിൽ കുടിക്കാം. അപ്പോൾ ഈ കരിക്ക് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ചർമ്മം മിനുസപ്പെടും, ആരോഗ്യം വർദ്ധിക്കും, ചർമ്മം മിനുസപ്പെരിക്കും, നിങ്ങളുടെ മൂത്രസഞ്ചി ശുചീകരിക്കപ്പെടും. അത് അല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ഉത്തമമാണ്. ഏത് അസുഖം വരുമ്പോഴും, നിങ്ങൾ എത്ര പനി പിടിച്ച് കിടക്കുമ്പോഴും കരിക്കിൻ വെള്ളം നിങ്ങൾക്ക് ഔഷധ ജലമായി കുടിക്കാം. ഒരിക്കലും അതുകൊണ്ട് എന്ത് അസുഖം വന്ന് കിടക്കുമ്പോഴും നിങ്ങൾ കരിക്കിൻ ജലം കുടിക്കുന്നതിൽ ഒരു തടസ്സമില്ല. അതായത് വൃക്കരോഗവും പ്രമേഹവും ഒഴികെയുള്ള എന്ത് രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്കും ധാരാളം കുടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും, പ്രതിരോധശേഷി മെച്ചപ്പെടും. അത് നിങ്ങളുടെ ഈശ്വരൻ നമുക്ക് നിറച്ചു വച്ച, അതായത് ഈശ്വരൻ പ്രപഞ്ചത്തിൽ നിറച്ചു വച്ച അമൃതപാത്രമാണ് കരിക്ക്. പക്ഷെ ആ കരിക്ക് കുടിക്കുമ്പോൾ പോലും അതിൽ നിങ്ങളെ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ ഒന്നും ഇടാതെ കുടിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം.